ഹനുമാൻ സന്തോഷത്തോടെ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. വാനരസംഘം കിഷ്കിന്ധയ്ക്ക് പാഞ്ഞു. പോകുന്ന വഴി സുഗ്രീവന്റെ തോട്ടമായ മധുവനത്തിൽ കയറി കണ്ണിൽ കണ്ട പഴങ്ങളെല്ലാം പറിച്ചു തിന്നു. തടഞ്ഞ കാവൽക്കാരെ ഓടിച്ചു വിട്ടു. അടികൊണ്ട കാവൽക്കാർ ഓടിച്ചെന്ന് സുഗ്രീവനോട് സങ്കടം പറഞ്ഞു. മധുവനത്തിൽ കയറി അവർ പഴങ്ങളെല്ലാം പറിച്ചു തിന്നു. എന്നാൽ കാര്യം നടന്നു. ഇല്ലെങ്കിൽ അത്ര ധൈര്യം ആരും കാണിക്കില്ല എന്ന് സുഗ്രീവനും പറഞ്ഞു. എല്ലാവരും ശ്രീരാമന്റെ അടുത്തെത്തി. പ്രഭു, സീതാദേവിയെ കണ്ടു. ഹനുമാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. അങ്ങേക്ക് തരാൻ ചൂടാരത്നവും തന്നുവിട്ടു. രാമൻ ചൂടാരത്നം കണ്ട് ദേവിയെ ഓർത്ത് കണ്ണീർ വാർത്തു. ഹനുമാൻ മറ്റു വിശേഷങ്ങളും പറഞ്ഞു. അക്ഷകുമാരനെ വധിച്ചതും രാവണനോട് കാര്യങ്ങൾ പറഞ്ഞതും ലങ്ക ചുട്ട് ഭസ്മമാക്കിയതുമെല്ലാം. ശ്രീരാമൻ ഹനുമാനെ കെട്ടിപ്പിടിച്ചു. പ്രിയ സുഹൃത്തെ, ഇതിനു പകരം തരാനൊന്നും ഈ ലോകത്തില്ലല്ലോ എന്ന് രാമൻ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും കൂടി സമുദ്രലംഘനത്തിനുള്ള ആലോചനയായി. സമുദ്രലംഘനത്തിന് ശ്രമം ആരംഭിച്ചു. ലങ്കാപുരത്തെപ്പറ്റി വിശദമാക്കാൻ രാമൻ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ പറഞ്ഞു തുടങ്ങി. പ്രഭു, സമുദ്രമധ്യത്തിൽ ത്രികുടാചലത്തിന്റെ മുകളിലാണ് ലങ്കാപുരി. 700 യോജന വിസ്താരമുണ്ട്. 4 ദിക്കിൽ 4 ഗോപുരങ്ങളും ഓരോന്നിനും 7 നിലകളുമുണ്ട്. അങ്ങനെയുള്ള 7 മതിലുകളും ഓരോ മതിലിലും 4 ഗോപുരങ്ങളുമുണ്ട്. എല്ലാറ്റിനും മുകളിൽ അഗാധമായ കിടങ്ങുകളുണ്ട്. കിഴക്ക് ദിക്കിലെ ഗോപുരത്തിന് കാവൽ 10,000 രാക്ഷസന്മാരാണ്. തെക്ക് 100,000 പേരും പടിഞ്ഞാറ് ദിക്കിൽ 100,000 പേരും വടക്ക് ദിക്കിൽ 1 കോടി രാക്ഷസരും ഗോപുരം കാക്കാനുണ്ട്. ലങ്കാപുരിക്കുള്ളിലേക്കും ഇതുപോലെ രാക്ഷസന്മാരുടെ വലിയ പടയുണ്ട്. എന്നാൽ സമുദ്രലംഘനം ചെയ്ത് വാനരപ്പടയെ ലങ്കയിലെത്തിച്ചാൽ ഇതെല്ലാം തകർത്ത് രാവണനെ വധിച്ച് സീതാദേവിയെ രക്ഷിക്കാമെന്നതിൽ സംശയമില്ല പ്രഭു. ഹനുമാൻ പറഞ്ഞു നിർത്തി. ശ്രീരാമൻ എഴുന്നേറ്റ് സുഗ്രീവനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാനരശ്രേഷ്ഠ, പടക്കിറങ്ങാൻ സമയമായി. ഇത് വിജയമുഹൂർത്തമാണ്. വിജയം നമുക്ക് സുനിശ്ചിതമാണ്. സൈന്യത്തെ അഗ്നിയുടെ പുത്രനായ നീലൻ പരിപാലിക്കണം. ഹനുമാനും ഞാനും നീയും ലക്ഷ്മണനും ഏറ്റവും മുന്നിൽ. എങ്കിൽ നമുക്ക് പുറപ്പെടാം. സുഗ്രീവൻ നിർദ്ദേശം കൊടുത്തു. വാനര സൈന്യം നടന്നു തുടങ്ങി. മഹീന്ദ്രാചലത്തിനടുത്ത് സമുദ്രതീരത്ത് പെരുമ്പടയെത്തി വിശ്രമിച്ചു. രാവണൻ മന്ത്രിമാരെ വിളിച്ചു. ഹനുമാൻ നാണം കെടുത്തിയ കഥകൾ പറഞ്ഞു. എന്തു വേണമെന്ന് ചോദിച്ചു. കാലനെ പോലും പേടിപ്പിച്ച രാവണൻ എന്തിനു പേടിക്കണമെന്ന് മന്ത്രിമാർ. രാവണന് സമാധാനമായി. കുംഭകർണൻ എഴുന്നേറ്റ് വന്നു. രാവണന്റെ അനുജനാണ്. 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കലുമാണ് സ്വഭാവം. പണ്ടൊരു വരം ചോദിച്ചത് ഇങ്ങനെ ആയതാണ്. രാവണൻ അനുജനോട് കാര്യമൊക്കെ പറഞ്ഞു. കുംഭകർണൻ ജ്യേഷ്ഠനെ ഗുണദോഷിച്ചു. ശ്രീരാമൻ മനുഷ്യനല്ല, വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് അവനെ ഓർമ്മിപ്പിച്ചു. നിനക്ക് നാശമടുത്തുവെന്നും പറഞ്ഞു. ഇന്ദ്രജിത്ത് കയറി ഇടപെട്ടു. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, ശത്രുക്കളെയൊക്കെ തീർത്തു തരാമെന്ന് പൊങ്ങച്ചൻ പറഞ്ഞു. വിഭീഷണൻ അപ്പോഴങ്ങോട്ട് വന്നു. രാവണൻ വാത്സല്യത്തോടെ വിളിച്ച് അരികിലിരുത്തി. വിഭീഷണൻ വന്ന കാര്യം പറഞ്ഞു. രാമനോട് എതിരിട്ട് ജയിക്കൽ എളുപ്പമല്ല. സീതയെ കൊണ്ട് കൊടുക്കുന്നതാണ് നമുക്കെല്ലാം നല്ലത്. ഇല്ലെങ്കിൽ സർവനാശമാണ്. മരണമടുത്ത രാവണനുണ്ടോ? വിഭീഷണൻ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നു. ശത്രുക്കളല്ല, കൂടെയുള്ള ബന്ധുക്കളാണ് പ്രധാന ശല്യമെന്ന് പറഞ്ഞ് വാളെടുത്തു. എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് വിഭീഷണൻ. പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദ്രഹാസ്തന് ഇരയാകുമെന്ന് രാവണനും പറഞ്ഞു. വിഭീഷണന് മനസ്സിലായി. ഇനി നിന്നാൽ ഈ ദുഷ്ടന്റെ കൈകൊണ്ട് കാലപുരിക്ക് പോകേണ്ടി വന്നത് തന്നെ. രാമനെ ശരണം പ്രാപിക്കുന്നതാണ് നല്ലത്. വിഭീഷണനും 4 മന്ത്രിമാരും കൂടി മഹേന്ദ്രാചലത്തിനടുത്തെത്തി. ആകാശമാർഗം നിന്ന് ശരണം അപേക്ഷിച്ചു. സുഗ്രീവൻ പറഞ്ഞു. വിശ്വസിക്കരുത് ഇവരെ, ഇപ്പോൾ തന്നെ പിടിച്ചു കൊന്നുകളയാം. ഹനുമാൻ തടഞ്ഞു. ശരണം അപേക്ഷിച്ചു വന്നവരെ കൊല്ലുന്നത് ധർമ്മമല്ല. രാക്ഷസന്മാരിലും നല്ലവരുണ്ടാകും. ജാതിയും പേരുമൊന്നുമല്ല മനുഷ്യന്റെ നന്മകളെ നിശ്ചയിക്കുന്നത്. ഹനുമാൻ പറഞ്ഞു. രാക്ഷസന്മാരിലും നല്ലവരുണ്ടാകും. ജാതിയും പേരുമൊന്നുമല്ല മനുഷ്യന്റെ നന്മകളെ നിശ്ചയിക്കുന്നത്. ഹനുമാൻ പറഞ്ഞു. ശ്രീരാമൻ വിഭീഷണനെ അടുത്ത് വിളിച്ചു. അഭയം കൊടുത്തു. വിഭീഷണൻ രാമപാദത്തിൽ വീണ് നമസ്കരിച്ചു. രാവണന്റെ നിർദ്ദേശമനുസരിച്ച് ശുഗൻ എന്ന രാക്ഷസൻ വന്ന് ആകാശത്ത് നിന്ന് രാമനെ കളിയാക്കി. ലങ്കാപുരിയിലെത്താൻ പോലും വാനരന്മാർക്ക് പറ്റില്ല. സുഗ്രീവ, ഈ മനുഷ്യർ പിന്നെ എന്തു ചെയ്യുമെന്നാണ്? നീ നിന്റെ വാനരപ്പടയും കൊണ്ട് കിഷ്കിന്ധയ്ക്ക് പോകുന്നതാണ് നല്ലത്. വാനരന്മാർ ചാടി ശുഗനെ പിടികൂടി. നല്ല ഇടിയും കൊടുത്തു. ശുഗൻ രാമ രക്ഷിക്കണേ എന്ന് വിളിച്ച് കരഞ്ഞു. ശ്രീരാമൻ വാനരന്മാരെ വിലക്കി. ശുഗനെ ബന്ധിക്കാൻ പറഞ്ഞു. താൻ പറഞ്ഞതിന് ശേഷം അയച്ചാൽ മതിയെന്ന് രാമൻ പറഞ്ഞു. ഈ സമുദ്രം കടപ്പതിനെന്തുപായമെന്ന് എല്ലാവരും കൂടി ചിന്തിച്ചിരിപ്പായി. വരുണദേവനോട് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. ദർഭ വിരിച്ച് ശ്രീരാമൻ വരുണനെ പ്രാർത്ഥിച്ചു. 3 ദിവസമിരുന്ന് പ്രാർത്ഥിച്ചു. ഒരിളക്കവും ഉണ്ടായില്ല സമുദ്രത്തിന്. ശ്രീരാമൻ കോപിഷ്ഠനായി. വില്ലെടുത്തു വരാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു.
ഇന്ന് സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ദിവ്യാസ്ത്രം കൊണ്ട് വറ്റിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്നായി രാമൻ. വെള്ളമില്ലാത്ത സ്ഥലത്തുകൂടി വാനരന്മാർ നടന്നു പോകുമെന്ന് പ്രഖ്യാപിച്ചു. വില്ലെടുത്ത് കുലച്ചു. പ്രപഞ്ചത്തിൽ ഇരുട്ട് നിറഞ്ഞു. ജലജീവികൾ പേടിച്ചു. പെട്ടെന്ന് വരുണദേവൻ വന്ന് തൊഴുതു. പ്രഭു, ക്ഷമിക്കണം. സാഗരത്തിന്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വാനരന്മാർ പാലം പണിയട്ടെ, ഞാൻ താങ്ങിക്കൊള്ളാം. വിശ്വകർമാവിന്റെ മകനായ നളൻ എന്ന വാനരൻ നേതൃത്വം കൊടുക്കട്ടെ. അങ്ങനെയാകട്ടെ എന്ന് രാമനും പറഞ്ഞു. പക്ഷെ രാമബാണം ലക്ഷ്യമില്ലാതാകില്ല. ലക്ഷ്യം കാട്ടിത്തരുമെന്ന് വരുണനോട് പറഞ്ഞു. ചിത്രദ്രുമകുല്യ എന്ന ദേശത്തിൽ പാപാത്മാക്കളായ രാക്ഷസന്മാർ ജീവിക്കുന്നുണ്ട്. ബാണം അങ്ങോട്ടേക്കയക്കാൻ വരുണൻ അപേക്ഷിച്ചു. ശ്രീരാമബാണം ലക്ഷ്യം ഭേദിച്ച് ആവനാഴിയിൽ വന്ന് വിശ്രമിച്ചു. വരുണൻ നമസ്കരിച്ച് അപ്രത്യക്ഷനായി. വാനരന്മാർ പാറയും വൃക്ഷങ്ങളുമൊക്കെ സമുദ്രത്തിലിട്ട് പാലം പണി തുടങ്ങി. ആദ്യ ദിനം 14 യോജന തീർന്നു. രണ്ടാം ദിനം 20 യോജന, മൂന്നാം ദിനം 21 യോജന, നാലാം ദിനം 22 യോജന, അഞ്ചാം ദിനം 23 യോജന നിർമ്മിച്ചതോടെ 100 യോജന പൂർത്തിയായി. മർക്കടന്മാർ വിജയഭേരി മുഴക്കി ഗർജിച്ചു. എല്ലാവരും സമുദ്രം കടന്നു. ശ്രീരാമൻ ശുഗനെ വിടാൻ കൽപ്പിച്ചു. രാവണനോട് കാര്യമെല്ലാം പോയി പറയാൻ ആജ്ഞാപിച്ചു. ശുഗൻ രാമനെ വണങ്ങി യാത്രയായി. ശുഗൻ ജീവനും കൊണ്ട് രാവണന്റെ അടുത്തെത്തി. ഒരു കാര്യത്തിന് വിട്ടാൽ ഇത്രയും താമസിച്ചാണോ എത്തുന്നതെന്ന് ചോദിച്ച് രാവണൻ കോപിഷ്ഠനായി. പൊന്നുടയതേ, ശ്രീരാമൻ ഉള്ളതുകൊണ്ടെൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ആ വാനരന്മാരെന്നെ ഇടിച്ചില്ലാതാക്കിയേനെ. എന്തായാലും ശ്രീരാമൻ അങ്ങയോട് അറിയിക്കാൻ ഒരു വിവരം തന്നിട്ടുണ്ട്. എന്താണത്? രാവണൻ ചോദിച്ചു. ഒന്നുകിൽ സീതയെ തിരിച്ച് എൻ്റെ അടുത്തെത്തിക്കുക, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുക. രണ്ടും എനിക്കൊരുപോലെയാണ് എന്നാണ് രാമൻ പറഞ്ഞത്. അത് ശരി, രാമൻ അങ്ങനെ പറഞ്ഞു? വിഡ്ഢി! രാവണൻ പുച്ഛിച്ച് ചിരിച്ചു. അല്ല പ്രഭു, അവർ ശക്തരാണ്. വാനരസേനയിലെ പ്രമുഖന്മാരെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പ്രഭു, അങ്ങോട്ട് നോക്കൂ. ലങ്കാപുരിയെ നോക്കി അലറി നിൽക്കുന്ന ആ വാനരനുണ്ടല്ലോ, അവനാണ് നീലൻ. അഗ്നിയുടെ പുത്രനാണ്. വാനര സേനാപതിയാണ് അവൻ. വാൽ തറയിലടിച്ച് യുദ്ധസന്നദ്ധനായി നിൽക്കുന്നവനാണ് അംഗദൻ. ബാലിയുടെ പുത്രനാണ്. അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നയാൾ വായുപുത്രനായ ഹനുമാൻ, അങ്ങയുടെ മകനെ വധിച്ചവൻ. ശ്വേതൻ, മൈന്ദൻ, വിവിധൻ, ശരഭൻ, ജാമ്പവാൻ, താരൻ, പനസൻ തുടങ്ങിയ വാനരവീരന്മാരാണ് അവർക്കു ചുറ്റും നിരന്നു നിൽക്കുന്നത്. 61 കോടി വാനര നായകന്മാരും 21 വെള്ളം പടയുമുണ്ടവർക്ക്. ഇനി അങ്ങ് ഒരു കാര്യം കേൾക്കണം. ശ്രീരാമൻ മനുഷ്യനല്ല, വിഷ്ണുവിൻ്റെ അവതാരമാണ്. ഈ യുദ്ധം നല്ലതിനല്ല. സീതയെ കൊടുത്ത് ജീവനെയും രാജ്യത്തെയും രക്ഷിക്കൂ. രാവണന്റെ കണ്ണുകൾ ജ്വലിച്ചു. ദൂതനായ നീ ഇപ്പോൾ ആചാര്യനായോ? പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം, ഇല്ലെങ്കിൽ എൻ്റെ ചന്ദ്രഹാസ്തനിരയാകും. ശുഗൻ അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. വെറുതെ എന്തിന് ഈ ദുഷ്ടന്റെ കൈകൊണ്ട് ചാകണം? ഇവന് മരണമെടുത്തു. ശുഗൻ ചിന്തിച്ചു.